ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങണമെങ്കിൽ നാം നല്ല ചിന്താധാരകൾ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കണം. എന്താണ് മനസ്സിലെ മാലിന്യങ്ങൾ? മാലിന്യമെന്നാൽ അശുദ്ധമായ ചിന്തകൾ. ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ അനേക ചിന്താധാരകൾ വരുന്നു. അതിൽ അവയെ ഇല്ലാതാക്കണമെങ്കിൽ ശ്രവണാദികളാലുള്ളം നിറയുന്തോറും എത്രയും അശുദ്ധികളകന്നാത്മാ സ്വരൂപമതിൽ മിന്നിടും. ശ്രവണാദികളാലുള്ളം, ശ്രവണാദികൾ ആത്മീയമായ കാര്യങ്ങൾ ആദ്യം നമ്മൾ ശ്രവിക്കണം, കേൾക്കണം, കേട്ട് മനസ്സിലാക്കണം. ശ്രവണാദികളാലുള്ളം, നമ്മുടെ ഉള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്. കേട്ട് നമ്മുടെ മനസ്സ് നിറയുന്തോറും എത്രയും, ആ മനസ്സ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുമ്പോഴാണ് അത് മറ്റുള്ളവരിലേക്കും ഒഴുകുന്നത്. ശ്രവണാദികളാലുള്ളം നിറയുന്തോറും എത്രയും അശുദ്ധികളകന്ന ആത്മാ. അപ്പോൾ മനസ്സിലെ ഈ ദുഷിച്ച ചിന്തകളൊക്കെ അവൻ വേറെ, ഞാൻ വേറെ, അവർ താഴ്ന്നത്, ഞാൻ ഉയർന്നത്, അവർ പണിക്കാരെ, ഞാൻ പണക്കാരൻ, അല്ലെങ്കിൽ അവർ ധനികരെ, ഞാൻ ദരിദ്രൻ ഇത്യാദി ഈ ഭേദചിന്തകളെല്ലാം സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ വളരും. മനസ്സെന്നത് ഒരു വളപ്പ്, ഒരു കൃഷിസ്ഥലം പോലെയാണ്. ആ കൃഷിസ്ഥലം പോലെയുള്ള ആ വളപ്പിൽ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ അതിൽ ധാരാളം പാച്ചെടികളും പുല്ലുകളും വളരും. അതിനൊരു വളവും വേണ്ട, വെള്ളവും വേണ്ട, ശുശ്രൂഷകളൊന്നും തന്നെ വേണ്ടില്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കാതിരുന്നാൽ ആ സ്ഥലം മുഴുവൻ കാടുകെട്ടി വളരും. നമുക്കതിൽ പ്രവേശിക്കാൻ പറ്റാതെയാകും. എന്നാൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഭക്ഷ്യയോഗ്യമായതോ വേണ്ടപ്പെട്ടതായ ഒരു കൃഷി ചെയ്യണമെങ്കിൽ ആദ്യം ഈ പറയപ്പെട്ടതെല്ലാം നമ്മൾ ഈ കളകളെ കളയണം. ആ കളകളെല്ലാം കളഞ്ഞ് ആ മണ്ണ് ഇളക്കി മറിച്ച് ആ കളകളുടെ വേര് പോലും പിഴുതെടുത്ത് കളഞ്ഞ ശേഷം നമ്മൾ ആ വിത്തിട്ട് പിന്നീട് വെള്ളമൊഴിച്ച് വളവും ഇട്ട് കൊടുക്കുമ്പോൾ അത് വളരും. എന്നാലും ഈ വെള്ളവും വളവും ഇട്ട് കൊടുക്കുമ്പോൾ മറ്റേയാൾ വന്നുകൂടും, കളകൾ വന്നു ചേരും, വീണ്ടും കളകൾ പറിച്ച് കളയണം. നേരെ മറിച്ച് ഇത്രയൊക്കെ നമ്മൾ ചെയ്തു, വീണ്ടും കളകൾ വരുമ്പോൾ, വെള്ളവും വളവും കിട്ടുമ്പോൾ കളകൾ തനിയെ വളരും. അത് പറിച്ചു കൊടുത്തില്ലെങ്കിൽ നാം നട്ടു വളർത്തിയ സസ്യങ്ങൾ താഴ്ത്തി മറ്റവർ തലപൊക്കും. അവിടെ അവരെ അത്രയും ശക്തരാണവർ. അശുദ്ധമായ ചിന്തകൾ, അത്രയും നല്ല ചിന്തകളെ അട്ടിച്ചമർത്തി അവർ മുന്നിട്ട് നിൽക്കും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നാം ശ്രദ്ധിക്കണം, ഈ കളകൾ പറിച്ചു കൊടുത്താലേ വിളകൾ വളർന്നു വരികയുള്ളൂ. അതുപോലെ നമ്മുടെ മനസ്സിൽ ഈ വേണ്ടാത്ത ചിന്തകളെല്ലാം കളയുമ്പോൾ അവിടെ നല്ല ചിന്തകൾ കയറി വരും. നല്ല ചിന്തകൾ കയറി വരുമ്പോൾ അശുദ്ധികൾ അകന്ന്, അശുദ്ധികളൊക്കെ നീക്കം ചെയ്ത് ആത്മസ്വരൂപമായി മാറും നമ്മുടെ മനസ്സ്. ആ മനസ്സിൽ ആത്മസ്വരൂപം എന്താണ് എന്ന് തെളിഞ്ഞ് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ആത്മാവിനെ അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ച് അറിയാത്തത് എന്തുകൊണ്ടാ? ഈ ലോകത്തിലെ നാനാ വസ്തുക്കളെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഇത് നിറച്ചു വെച്ചിരിക്കുകയാണ്. അതിനാൽ നമുക്ക് അതിനെ അറിയാൻ കഴിയുന്നില്ല. ഇതെല്ലാം നീക്കം ചെയ്താൽ നമുക്ക് ആത്മസ്വരൂപം എന്താണ് എന്ന് ആരും പറഞ്ഞു തരാതെ നമുക്ക് സ്വയമേവ അത് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടത് എന്താണ്? ശ്രവണമാണ്. നല്ല കാര്യങ്ങൾ കുറേ നമ്മൾ കേൾക്കണം. ശ്രവണാദികളാലുള്ളം നിറയുന്തോറും എത്രയും
അശുദ്ധികളകന്നാത്മാ സ്വരൂപമതിൽ മിന്നിടും. അശുദ്ധികളകന്ന് ആത്മസ്വരൂപം അതിൽ മിന്നിക്കൊണ്ടിരിക്കും. അത് മിന്നിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പരമമായ ജീവിത ലക്ഷ്യം. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയായിരിക്കണം നാം ചെയ്യുന്ന ഓരോ ശ്രമവും. ആ ശ്രമം ചെയ്യുന്തോറും നമ്മുടെ ഉള്ളിൽ ആനന്ദം നിറഞ്ഞു കവിഞ്ഞൊഴുകി അത് മറ്റുള്ളവർക്ക് കൂടി അനുഭവവേദ്യമാകും. എത്ര കൊടുത്താലും തീരാത്തതാണ് സ്നേഹം. ആ സ്നേഹത്തിൽ നിന്ന് ഉദയം ചെയ്യുന്നത് സന്തോഷം മാത്രമാണ്. ഈശ്വരൻ സ്നേഹസ്വരൂപമാണ്. ആ സ്നേഹസ്വരൂപിയായിരിക്കുന്ന ഈശ്വരനെ നമ്മൾ ആദ്യം നമ്മളിൽ വളർത്തിയെടുക്കൂ. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പരമമായ സുഖം മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ സുഖത്തിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അനന്തമായ ആനന്ദം ഓരോ വ്യക്തിയിലും നിക്ഷേപിച്ച് വെച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതകാലം മുഴുവൻ അതിനു വേണ്ടി വിനിയോഗിക്കുമ്പോൾ ആ വാർദ്ധക്യകാലം നമുക്ക് ഏറ്റവും ആനന്ദപ്രദമായിട്ട് അനുഭവവേദ്യമാകും. വാർദ്ധക്യം ഒരിക്കലും ദുഃഖിക്കാനോ അതുപോലെ നിരാശപ്പെടാനോ വേവലാതി ഉൾക്കൊള്ളാനോ ഉള്ളതല്ല. ഭയപ്പെടേണ്ട, ഭയവും പരിഭ്രമവും ആവശ്യമില്ല. നമ്മൾക്ക് ഈ ദേഹം എന്നത് വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗ്രഹണാതി നരോപരാണി തഥാ ശരീരാണി. അതേപോലെ നമ്മുടെ ഈ ശരീരമാകുന്ന ഉടുപ്പ്, ജീർണിച്ച വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ ഈ ദേഹിക്ക്, ഈ ഞാൻ എന്ന് പറയപ്പെടുന്ന ശക്തി വിശേഷത്തിന് ഇതിൽ നിന്നും വിട്ടുപോകാൻ ഒരു വിഷമവുമില്ല. ആനന്ദപ്രദമായി നമുക്ക് ഇതിൽ നിന്ന് പാമ്പ് വളയൂരുന്നത് പോലെ നമുക്കിതിൽ നിന്ന് വിട്ടുപോകണം. ഇതറിഞ്ഞ് ആചരിക്കുന്ന വ്യക്തികളുടെ മരണം വാസ്തവത്തിൽ പാമ്പ് വളയൂരുന്നത് പോലെയാണ്. അല്ല, നമ്മൾ വീട്, കുടുംബം, മക്കൾ, അതുപോലെ സമ്പത്ത്, ജോലി, സ്ഥാനമാനങ്ങൾ ഇത്യാദികളിലാണ് നമ്മൾ ഒട്ടി നിൽക്കുന്നത് എങ്കിൽ നമ്മൾ തൊലിയുരിക്കുന്ന ചേരയെപ്പോലെയായിരിക്കും. ജീവനോടുകൂടി തൊലിയുരിച്ച് ആ തൊലി കൗതുക വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി വിറ്റാൽ നല്ല പൈസ കിട്ടും. അങ്ങനെ ജീവനോടുകൂടി തൊലി ഉരിക്കുമ്പോൾ ഭയമല്ലേ തോന്നുക? മരണം എന്ന് പറയുന്നത് ജീവനോടെ തൊലിയൊരിക്കുന്നത് പോലെയാണ്. നമ്മുടെ ദേഹത്തോടും ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളോടും ദേഹം എന്തിനോടൊക്കെ ഇഷ്ടപ്പെടുന്നോ അതിനെയെല്ലാം വേർപിരിയുമ്പോഴുണ്ടാകുന്ന മാനസികമായ വ്യഥയാലും ഭയപരിഭ്രമങ്ങളോടുകൂടിയായിരിക്കും മരണം സംഭവിക്കുന്നത്. അവർക്ക് ഭയപ്രദം തന്നെയാണ്. ആ ഭയം ഇല്ലാതെയാകണമെങ്കിൽ നമ്മൾ ആരാണെന്ന പരമസത്യം ബോധിക്കണം. അതിന് നമ്മൾ ശ്രവണാദികളാൽ ഉള്ളം മലിനം, ശ്രവണാദികളാലുള്ളം നിറയുന്തോറും എത്രയും, ശ്രവണാദികളാൽ നമ്മുടെ ഉള്ളിൽ നിറയും തോറും എത്രയും അശുദ്ധികളകന്നാത്മാ സ്വരൂപമതിൽ മിന്നിടും. അശുദ്ധികളകന്ന് ആത്മസ്വരൂപം അതിൽ മിന്നും. അത് മിന്നിയാൽ നാം ഓരോരുത്തരും പരിപൂർണ സംതൃപ്തരായിത്തീരും. അതിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതാണ് മനുഷ്യൻ്റെ, മാനവന് മാത്രമേ ഇത് കഴിയൂ. നമുക്കൊക്കെ ജന്മാന്തര സുഹൃതം കൊണ്ട് ഇപ്പോൾ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നു, ഇവിടെ ഇരിക്കാൻ കഴിയുന്നു, ഇതൊക്കെ കേൾക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം കേട്ട് നമ്മുടെ ജീവിതം സാർത്ഥകമാക്കി തീർക്കേണ്ടത് മറ്റൊരാളുമല്ല, നമ്മൾ തന്നെയാണ്. ദൂരെ നിന്നും വേറൊരാൾ വന്ന് ഈ കാര്യങ്ങൾ ചെയ്തു തരില്ല. ഇത് നാം സ്വയം ചെയ്യേണ്ടതാണ്. നമ്മളിത് ചെയ്തില്ലെങ്കിൽ മറ്റൊരാൾക്കും ഇത് ചെയ്യാൻ സാധിക്കുകയുമില്ല. അതിനെ നാം മറ്റുള്ളവരെ ആശ്രയിച്ച്, അറിയുന്ന മഹത്തുക്കളെ ആശ്രയിച്ച് അവരിൽ നിന്ന് അറിവ് സമ്പാദിച്ച് ശ്രവണത്തിൽ കൂടി, ശ്രവണാദികളാലുള്ളം നിറയുന്തോറും എത്രയും അശുദ്ധികൾ അകന്നാത്മാ സ്വരൂപം അതിൽ മിന്നിടും. ആത്മസ്വരൂപം അതിൽ മിന്നത്തക്ക വിധത്തിൽ നമ്മൾ പെരുമാറേണ്ടിയിരിക്കുന്നു. നമ്മൾ ജീവിക്കണം. ജീവിതം അപ്പോഴാണ് ധന്യമായിത്തീരുന്നത്. അപ്പോഴാണ് ജീവിത യാത്ര സഫലമായിത്തീരുന്നത്. സഫലമേ യാത്ര, അല്ല ദുഃഖകരമല്ല. നമുക്ക് വാർദ്ധക്യം ആനന്ദിക്കാനുള്ളതാണ്. അതിന് നല്ല കാലത്ത് തന്നെ നമ്മൾ ഈ അറിവുകൾ നേടി അത് നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിച്ച് അത് നമ്മുടേതാക്കി തീരുമ്പോൾ നാം
പരിപൂർണ സംതൃപ്തരായിത്തീരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് സനാതന ധർമ്മം. ആ സനാതനമായ ധർമ്മം നമ്മുടെ ജീവിതത്തിൽ നാം ആചരിക്കുകയും അത് നമ്മുടേതാക്കി തീർക്കുകയും ചെയ്യുമ്പോൾ നാം ഓരോരുത്തരും ധന്യധന്യരായി തീരുന്നതിന് വേണ്ടിയാണ്. അതിനുള്ള മാനവജന്മം സഫലമാക്കി തീർക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്.